ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. ഭഗവാനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഭക്തന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് പറയുകയാണ്. കാരണം ഈ ഭക്തന്മാരോട് ഭഗവാന് പ്രത്യേക വാത്സല്യമുണ്ട് എന്നാണ്. കാരണം ഭഗവാനെക്കുറിച്ചിട്ട് സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി തീർത്തിട്ട് അവരെയൊക്കെ ഭഗവാനെ സേവിക്കാൻ പ്രേരിപ്പിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഭഗവാന്റെ പ്രതിനിധികളായിട്ട് അവർ ആ ഭക്തന്മാർ അനേകം ആളുകളെ ഭക്തന്മാരാക്കി മാറ്റിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. ഭഗവാൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിപ്പിക്കുന്നവരാണ് ഭക്തന്മാർ. അതുകൊണ്ട് ഭഗവാൻ അവരോട് വളരെയധികം പ്രത്യേകത ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൽ നരസിംഹമേത്ത എന്ന് പറയുന്ന വളരെ ഭക്തനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ധനം ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരത്തേക്ക് എന്താണ് എന്നുള്ളത് അതുപോലെ അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല. എന്നാലും അദ്ദേഹം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു അദ്ദേഹം. വളരെയധികം പ്രിയപ്പെട്ട ഭക്തനായിരുന്നു അദ്ദേഹം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വിവാഹപ്രായമായി. അപ്പോൾ ആ വിവാഹം ആലോചിച്ച് അനേക ആലോചനകൾ വന്നു. അവസാനം ഒരു വിവാഹം നിശ്ചയിച്ചു. ഒരു വലിയ കോടീശ്വരനായിട്ടുള്ള ഒരുപാട് ധനമുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാമെന്നാണ് നിശ്ചയിച്ചത് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ 2 ദിവസം മുമ്പേ ഒരു ആൾ ചെന്നിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛനോട് പോയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ നരസിംഹമേത്തയുടെ മകനാണ് നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്, മകളുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവിടെ ഇല്ല. അത്രയും ദരിദ്രമാണ്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ വിവാഹമൊക്കെ നടത്തുക? കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ മകൾ ജീവിക്കും എന്ന് ചോദിക്കുകയാണ്. അയ്യോ, അപ്പോൾ ഞാനിനി എന്താ വേണ്ടത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് അതായത് വരൻ്റെ ഭാഗത്ത് നിന്നും വധുവിൻ്റെ അടുത്തേക്ക് ഒരുപാട് വസ്തുക്കൾ, അതായത് ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ബാരാത്ത് എന്ന് പറയും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ നരസിംഹമേത്തയ്ക്ക് അയച്ചു കൊടുക്കുക, ദൂതൻ്റെ കയ്യിൽ കൊടുത്തയക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അതെ, എൻ്റെ മകന് ഇനി കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് ഒഴിവാവും. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ ആ ലിസ്റ്റ് എഴുതിയുണ്ടാക്കി. എന്തൊക്കെ? ഇത്ര ആനകൾ, ഇത്ര കുതിരകൾ, ഇത്ര തേരുകൾ, അങ്ങനെ ഒരുപാട് ലിസ്റ്റ്. പിന്നെ അതിലവിടെ പരിചാരകന്മാരായിട്ടുള്ളവർ, ഇത്ര സ്വർണം, ഇത്ര വെള്ളി, ഇങ്ങനെയുള്ള ഇന്ന പാത്രങ്ങൾ, ഇന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം ഈ ആനയൊക്കെ ഗംഭീരമായിട്ട് അണിയിച്ച് സ്വർണം കൊണ്ടുള്ള ചങ്ങലയൊക്കെ അണിയിച്ച് എന്നിട്ടൊക്കെ വേണം കൊണ്ടുവരാനാണ്. അങ്ങനെ വലിയൊരു ലിസ്റ്റ് ആണ്. എന്നിട്ട് ഈ വലിയ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയ സമയത്ത് അദ്ദേഹം ആ ലിസ്റ്റ് തുറന്നു നോക്കുക പോലും ചെയ്തില്ല. ശ്രീകൃഷ്ണ ശരണം മമ എന്നുള്ള അതിൻ്റെ മുകളിൽ ശ്രീകൃഷ്ണ ശരണം മമ എന്നുള്ള ഒരു വാക്ക് മാത്രം എഴുതിയിട്ട് ഭഗവാന്റെ പാദത്തിൽ വെച്ചു. കാരണം എൻ്റെ
മകനുണ്ടാവാൻ അനുഗ്രഹിച്ചത് ഭഗവാനാണ്. മകന് വിവാഹം ആലോചിച്ചതും ഭഗവാന്റെ പ്രേരണപ്രകാരമാണ്. അത് നിശ്ചയിച്ചതും ഭഗവാന്റെ പ്രേരണയാണ്. ഈ ലിസ്റ്റ് തനിക്ക് നോക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഭഗവാൻ എന്ത് വേടച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഭഗവാന്റെ പാദത്തിലേക്ക് വെച്ചു. എന്തിനു പറയണോ, വിവാഹത്തിൻ്റെ ആ ദിവസം, വിവാഹത്തിൻ്റെ തലേ ദിവസം ഇവിടുന്ന് ആ ഘോഷയാത്ര പോവേണ്ട സമയമായി. ആ സമയത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എത്രയാണ് ആനകൾ വരാൻ തുടങ്ങി. 100 കണക്കിന് ആനകൾ, 100 കണക്കിന് കുതിരകൾ, അനേകം തേരുകൾ, അതിൽ മുഴുവൻ ഓരോ അനേകം ആളുകൾ, ചുമട്ടുകാരായിട്ടുള്ളവർ, അവരിൽ 10-200 പേര് ചുമട്ടുകാർ. അതുപോലെ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ, വെള്ളി പാത്രങ്ങൾ, സ്വർണത്തിൻ്റെ അനേക ഉപകരണങ്ങൾ, എണ്ണിയാലൊടുങ്ങാതെ ഒരു അറ്റം, എവിടുന്നാണ് അറ്റം കാണാൻ പറ്റാത്ത അങ്ങനെ വരാൻ തുടങ്ങി. അതിൻ്റെ ആ ഘോഷയാത്രയുടെ നേരെ മുമ്പിലായിട്ട് ആ കൃഷ്ണ ബലരാമന്മാർ, ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും 2 ആനപ്പുറത്തായിട്ട്, അതിൻ്റെ നേരെ മധ്യത്തിലായിട്ട് ഈ നരസിംഹത്തയുടെ മകൻ ആനപ്പുറത്ത് കയറ്റിയിരുത്തിയ സർവാഭരണഭൂഷിതനായിട്ട് ആനപ്പുറത്ത് കയറ്റിയിരുത്തിയിരിക്കുകയാണ്. ആ ഒരു ഘോഷയാത്ര അത് കണ്ടതോടു കൂടിയിട്ട് വധുവിൻ്റെ ആളുകൾക്ക് ഏകദേശം മതിയായി എന്നാണ് പറയണത്. എന്തേ? ശ്രീകൃഷ്ണ ശരണം മമ എന്നാണ്. ഭഗവാൻ ആണ് വിവാഹം നിശ്ചയിച്ചത്. ലിസ്റ്റ് തുറന്നു നോക്ക് പോലും ചെയ്യാതെ നേരെ ഭഗവാന്റെ പാദത്തിലേക്കാണ് സമർപ്പിച്ചത്. അപ്പം ഇതുകൊണ്ട് എന്താ കാണിക്കണത്? നമ്മൾ പറയണതൊക്കെ ഭഗവാൻ സാധിപ്പിക്കുമോ? അങ്ങനെയല്ല. പരിശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടെ ഭൗതികമായിട്ടുള്ള ഒരു അത്യാഗ്രഹങ്ങളും ഇല്ലാതെ തീവ്രമായിട്ടുള്ള ഭാവത്തോടുകൂടെ എനിക്ക് എൻ്റെ ഭഗവാൻ മാത്രം ശരണം എന്ന് വിചാരിച്ചിട്ട് ഏതൊരാൾ പ്രവർത്തിക്കുന്നുവോ അങ്ങനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ സ്വാധീനനായിട്ട് മാറും എന്നാണ് അവർ പറഞ്ഞത്. എന്തും ഭഗവാൻ സാധിപ്പിക്കും. കാരണം അവർ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ എന്ന് പറയും. ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് പറയും. അതിനുള്ള തെളിവായിട്ടാണ് ഈ കഥ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഈ കഥകൾ കേട്ട് നമ്മൾക്ക് എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ളത്? നരസിംഹമേത്തയുടെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി. ഈ ഭഗവാനെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നാണ് പറയണത്. ഭക്തി കൊണ്ട് ഭഗവാനെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഭഗവാൻ അവർക്ക് സ്വാധീനമായിട്ട് മാറും എന്നാണ് പറയണത്. കൃഷ്ണഭക്തിരസഭാവിതാമതി എന്നാണ്. അത് എവിടുന്നാണോ കിട്ടണത് കൃഷ്ണൻ്റെ ഭക്തി, എവിടുന്നാണ് കിട്ടണത് അത് എന്ത് വില കൊടുത്തും ആ ഭക്തി നമ്മൾ സ്വാധീനമാക്കി മാറ്റണം എന്നുള്ള സൂചനയാണ് ഈ കഥകളിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഭഗവാന്റെ തിരുനാമങ്ങൾ നിരന്തരം ജപിക്കുക. അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദുരിതങ്ങളില്ലേ, എത്രയോ ജന്മത്ത് ചെയ്തിട്ടുള്ള കർമാണി നിർദഹതി, കർമ്മബന്ധങ്ങളൊക്കെ ദഹിച്ചു പോകുമെന്നാണ് പറയണത്. എന്നിട്ടോ ആ മനസ്സ് പരിശുദ്ധമായി തീരും. ശുദ്ധേ മനസ്സി ഗോവിന്ദേ സ്വയമേവ പ്രകാശതേ. ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും. ഭഗവാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഭക്തി വീണ്ടും 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 വർദ്ധിച്ച് വിശ്വാസം വർദ്ധിച്ചു വരും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഭക്തി വർദ്ധിച്ചു വരും. ഭക്തി വർദ്ധിച്ചു വരുന്ന സമയത്ത് ഭഗവാന്റെ മഹാമന്ത്രം, ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ, കഥകൾ കേൾക്കാൻ ഉത്സാഹം വർദ്ധിച്ചു വരും. അപ്പോൾ ആർക്ക് ഭഗവാൻ അങ്ങനെ യാതൊരു ഭേദഭാവനയില്ല. ആര് ഭഗവാനെ സേവിച്ചാലും ഭഗവാനെ വരെ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ നാമം ജപിക്കാൻ, അതാണ് ഇതിൻ്റെ ആഹ്വാനം. എന്താണ്? തിരുനാമത്തിൽ കൂടെ ഭഗവാനെ നമ്മൾക്ക് വിലക്കെടുക്കാൻ സാധിക്കും. ഭഗവാൻ നമ്മൾക്ക് സ്വാധീനമായിട്ട് മാറും. സത്യമായത് ഭഗവാന്റെ രൂപം, പരമസത്യം എന്താണ്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമം എന്നാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.